ഷാജി ജോസഫ്, ഈ പറഞ്ഞ രാഷ്ട്രീയം, അതിൻ്റെ ഒരു ഗൗരവം രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ആ പാർട്ടിക്കും ആരാണ് പറഞ്ഞു കൊടുക്കുക? ചേർത്ത് ഒരു കാര്യം ഞാൻ നേരത്തെ പറയാൻ മറന്നു. ഈ പറയുന്ന ന്യൂഡൽഹി മണ്ഡലം രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും എല്ലാം വോട്ടിംഗ് മണ്ഡലമാണ്. അവരുടെ വോട്ടുള്ള മണ്ഡലമാണ് ന്യൂഡൽഹി. അതെല്ലാം കൂടെ ചേർത്താണ് 1000 വോട്ട് പിടിച്ചിട്ടുള്ളത്. ചേർത്ത് ഈ ഒരു കാര്യത്തിൽ ഈ കോൺഗ്രസിനെ ആരാണ് ബുദ്ധി പറഞ്ഞു കൊടുക്കുക? സദ്ബുദ്ധി കേൾക്കാൻ ഒരു തയ്യാറെടുപ്പ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുകയുള്ളൂ. രാഹുൽ ഗാന്ധി ഇപ്പോഴും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാനായിട്ട് ഇനി അധികം താമസമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ചെവികളിൽ ഓതിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഉപദേശകരുണ്ടല്ലോ, ആ ഉപദേശകരിൽ നിന്ന് മാത്രം കേൾക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഇതിനപ്പുറം മറ്റൊന്നും ചെയ്യാനില്ല. കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിലെ മതേതര കക്ഷികളുടെ നേതൃത്വം വഹിക്കേണ്ട പാർട്ടിയാണ്. അതിനാൽ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി വേണം BJPക്കെതിരെ ഒരു പോരാട്ടത്തിനിറങ്ങാൻ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു നേതൃത്വത്തെ പാടെ തുടച്ചു മാറ്റിയാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ നേതൃത്വം ഏറ്റെടുത്തത്. ഞാൻ ഒരു കാര്യം ഷാജി ജോസഫ്, അഹമ്മദ് പട്ടേലിൻ്റെയൊക്കെ ഒരു അസാന്നിധ്യം ഓർത്തു പോകുന്നത് ഇവിടെയാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള നേതാവാണ് ശ്രീ KC വേണുഗോപാൽ. കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ആവശ്യകതയും കോൺഗ്രസ് പാർട്ടി ആ മുന്നണി രാഷ്ട്രീയം കൊണ്ടാണ് കേരള രാഷ്ട്രീയത്തിൽ ഒരു മുന്നണിയെ നയിച്ച് മുൻപന്തിയിൽ നിൽക്കുന്നതും അധികാരത്തിൽ വരുന്നതും. കോൺഗ്രസും ലീഗും തമ്മിലുള്ള സീറ്റിൻ്റെ വ്യത്യാസമൊക്കെ നാമം മാത്രമാണ്. കഴിഞ്ഞൊരു ദിവസം ചർച്ചയിൽ പാണക്കാട് തങ്ങൾ പറഞ്ഞത് കോൺഗ്രസ് കൂടി വിചാരിച്ചാൽ CHന് ശേഷം ഒരു മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി കേരളത്തിലുണ്ടാകും. PK കുഞ്ഞാലിക്കുട്ടി ഇതാ ഇരിക്കുന്നു, അങ്ങനെ തയ്യാറായിരിക്കുന്നു. ഇപ്പോൾ തന്നെ UDF രാഷ്ട്രീയത്തിലെ രണ്ടാമൻ ഉപമുഖ്യമന്ത്രി എന്ന നിലയിൽ ലീഗ് കണ്ടുവച്ചിരിക്കുന്നയാൾ, അല്ലെങ്കിൽ ആ നിലയിൽ കാണുന്നയാൾ, അങ്ങനെ നിൽക്കുന്ന ഒരു മുന്നണി രാഷ്ട്രീയത്തെ നല്ല പരിചയമുള്ള KC വേണുഗോപാൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് രാജ്യതലസ്ഥാനത്ത് ഇങ്ങനൊരു രാഷ്ട്രീയ ആഘാതം ആ മുന്നണിക്ക് കോൺഗ്രസിനാൽ സംഭവിക്കരുത് എന്ന് പറയുന്ന ഒരു ഗൗരവമായ രാഷ്ട്രീയത്തെ ലീഡർഷിപ്പിലേക്ക് എത്തിക്കുകയും ആ ലീഡർഷിപ്പ് ആ തീരുമാനം എടുക്കുകയും ചെയ്യേണ്ടുന്നതിന് പകരം രാഹുൽ ഗാന്ധിയെ തന്നെ ഇറക്കി, പ്രതിപക്ഷ നേതാവിനെ തന്നെ ഇറക്കി, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനെ തന്നെ ഇറക്കി, സ്വന്തം ഘടകകക്ഷികളെ അല്ലെങ്കിൽ സ്വന്തം മുന്നണിയിലെ കക്ഷികളെ എതിരായ നിലപാട് സ്വീകരിക്കുക എന്ന് പറയുന്നതിൻ്റെ രാഷ്ട്രീയം എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ശരത്തെ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നത് ഒരാഭരണം മാത്രമായിട്ടാണ് കോൺഗ്രസ് കരുതിയിരിക്കുന്നത്. ആ ആഭരണം നേടിയെടുക്കാനാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിച്ചത്. അല്ല എങ്കിൽ ആ കസേരയിലിരിക്കുന്ന പ്രതിപക്ഷ കക്ഷികളുടെ നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്തം എന്താണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു നേതാവായിരുന്നുവെങ്കിൽ കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ, ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ആരെയാണ് തങ്ങൾ പരാജയപ്പെടുത്താൻ പോകുന്നത്? BJPയെ ആണോ അതോ തങ്ങളോടൊപ്പം കൈകോർത്ത് നിൽക്കുന്ന സഖ്യകക്ഷിയിൽ ഒരാളെയാണോ എന്ന് ഒരിക്കൽ പോലും ആലോചിച്ചിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ വെളിപാടാണ് നേരത്തെ ശ്രീലാൽ പറഞ്ഞ അരവിന്ദ് കെജ്രിവാളിൻ്റെ മണ്ഡലത്തിലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ശരത്ത് പറഞ്ഞു മുസ്ലിം ലീഗിലെ കാര്യം. സ്വപ്നം കാണാൻ കോൺഗ്രസ്സുകാർക്ക് മാത്രമേ ഉള്ളൂ അവകാശം. അതും പോയിന്റാണ്. ഇവിടെ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ പദവിക്ക് വേണ്ടി പോരാട്ടം ആരംഭിച്ചപ്പോൾ അത് ഡൽഹി മുതൽ കേരളം വരെയുള്ള നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അവരുടെ സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിന് എന്തുകൊണ്ട് ആ മത്സരത്തിലൊന്ന് ചേർന്നുകൂടാ? ഇവിടെയാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം. ഈ സഖ്യത്തെ UDF എന്ന് പറയുന്ന കേരളത്തിലെ സംവിധാനത്തെ തന്നെ പിടിച്ചുലയ്ക്കുന്ന രീതിയിലുള്ള നീക്കങ്ങൾ കോൺഗ്രസ് നടത്തുന്നത് കൊണ്ടാണ് പല വേദികളിലും പല തമാശകളും പലരും പറയുന്നതും നമ്മളെല്ലാം ചിരിക്കുന്നതും. അപ്പോൾ നേരത്തെ ഞാൻ പേരെടുത്ത് പറയാതിരുന്നുവെങ്കിൽ പോലും ശരത്ത് പേരെടുത്തത് കൊണ്ട് പറയുകയാണ്. KC വേണുഗോപാലിനെ പോലുള്ള നേതാക്കൾ, അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന കോൺഗ്രസിലെ അതിബുദ്ധിമതികളായ സ്ട്രാറ്റജിസ്റ്റുകൾ ഇന്ന് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവിനെ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയാകാനുള്ള നേതാവായി മാത്രമാണ് കാണുന്നത്. മറ്റൊരു കാര്യത്തിനും അദ്ദേഹത്തിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഉത്തരവാദിത്വ ബോധമുള്ള ശക്തനായ ക്രാന്തദാർശികതയോട് പെരുമാറുന്ന ഒരു പ്രതിപക്ഷ നേതാവായി ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ അദ്ദേഹത്തിനെ ഉപദേശിക്കുന്നില്ല. അതിനു പകരം എത്രയും വേഗം
സഖ്യകക്ഷികളായി കൂടെ നിൽക്കുന്ന, നാളെ പ്രധാനമന്ത്രി പദത്തിലേക്ക് കണ്ണും വെച്ച് നിൽക്കുന്ന നേതാക്കൾ ആരെങ്കിലും ഇന്ത്യ അലയൻസിലുണ്ടെങ്കിൽ ശരി, എത്രയും വേഗം അവരെ തറ പറ്റിക്കുക എന്നതാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം. ഇന്ന് ഡൽഹിയിൽ നമ്മൾ കണ്ടതും അതുതന്നെയാണ്. റൈറ്റ് റൈറ്റ്. അതുകൊണ്ടാണ് സംപൂജ്യരായി തന്നെ ഇപ്പോഴും നിൽക്കുന്നത്. ഏതായാലും ബി ജെ പിയുടെ ദില്ലി അധ്യക്ഷൻ പറയുന്നത് ആം ആദ്മി പാർട്ടിയുടെ എല്ലാ പ്രമുഖരും പരാജയപ്പെടും എന്ന ആത്മവിശ്വാസമാണ് പങ്കുവച്ചിട്ടുള്ളത്. അരവിന്ദ് കെജ്രിവാൾ വീണ്ടും പിന്നിലായിട്ടുണ്ട്. 200-ൽ പരം വോട്ടുകൾക്ക് പിന്നിലാണ് എന്നുള്ള വിവരമാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്.